അഖിലേ ഒന്നും പറയണ്ട. നിങ്ങൾ വാങ്ങിച്ചു വെച്ചാ നിങ്ങൾ ശകലമെങ്കിലും വില എനിക്ക് തരണുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കിയല്ല. ഈ വീട്ടിൽ അധികം പറ്റുന്നല്ല കേട്ടാ. അഖിലേ നിങ്ങളൊരു തള്ളയടാ. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കണം? അരി പൊടിപ്പിക്കാനും മല്ലി പൊടിപ്പിക്കാനും മുളക് പൊടിപ്പിക്കാനൊക്കെ എന്നെ വിളിക്കുമല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പറയടാ, എന്താടാ എന്തുപറ്റി? എന്തൊരു പ്രശ്നം? ഞാൻ ഒരു സാധനം മേടിച്ചുണ്ടാക്കിയാൻ പറഞ്ഞേ, എന്നിട്ട് അവര് മേടിച്ചു വെച്ചില്ല. എന്നിട്ട് ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കിയിരിക്കുന്നു. തന്നെ മാമി, അത് മോശമായി പോയി. ഒരു സാധനം മാറ്റം വയ്ക്കാൻ പറഞ്ഞ് മാമിക്ക് പട്ടണമാണെങ്കിൽ മാറ്റം വയ്ക്കായിരുന്നു. അല്ല എന്തൊരു സാധനടാ? എടാ, ഇടത്ത അമ്പലത്തിൽ ഉത്സവമല്ലായിരുന്ന ഒരു ശകലം അന്നദാനം മേടിച്ചുണ്ടാക്കി ഞാൻ പറഞ്ഞു, മേടിച്ചുകൊണ്ട് വെച്ചില്ല. അന്നദാനം? മക്കളെ ഇവിടെ ഇറച്ചിയും മീനും എല്ലാം ഉണ്ട്. അവൻ അന്നദാനം തന്നെ വേണോന്ന് കഴിക്കാൻ. തന്നെ എടാ, ഇറച്ചി മീനൊക്കെ ഇല്ലേ, പിന്നെ നിനക്ക് അന്നദാനം തന്നെ വേണോ? അന്നദാനം തന്നെ വേണോന്നാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ആ അന്നദാന ചോറും എടുത്തിട്ടെ അതിൽ ഇച്ചിരി സാമ്പാർ, ഇച്ചിരി പുളിശ്ശേരി, ആ പുളിയുള്ള മാങ്ങാച്ചാറ്, തോരൻ, ആ കിച്ചടി, അവിയല് എല്ലാം കൂടെ എടുത്തിങ്ങനെ കുഴച്ചെടുത്തിട്ട് വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയാ. മോശമായി പോയി മാമി, മോശമായി പോയി. അവൻ അന്നദാനം മാറ്റി നോക്കാത്ത ഭയങ്കര മോശമായി പോയി. ഇത്രയും നല്ല സാധനമായിരുന്നു അന്നദാനം. കണ്ടാ, നിനക്ക് തോന്നിയില്ലേ? ഇപ്പൊ നിനക്ക് തോന്നിയാ? ഞാൻ നിങ്ങളെ മോ അല്ല തള്ളേ. ഇനി ഇവിടെ ഉണ്ടോ അന്നദാനം?